ഇസ്രായേലിൽ അഴിമതി കേസ് നേരിടുകയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. നെതന്യാഹുവിന് ഇപ്പോൾ മൊത്തത്തിൽ കഷ്ടകാലമാണെന്ന് തോന്നുന്നു. നെതന്യാഹുവിൻ്റെ ഭാര്യ സാറ നെതന്യാഹുവിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് അറ്റോർണി ജനറൽ. നെതന്യാഹുവിനെതിരായ അഴിമതി കേസിലെ മുഖ്യസാക്ഷിയെ ഉപദ്രവിച്ചെന്ന ആരോപണത്തിലാണ് കേസെടുത്ത് അന്വേഷണം നടത്താൻ അറ്റോർണി ജനറൽ ഉത്തരവിട്ടത്. സാറ നെതന്യാഹു ഭർത്താവിൻ്റെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാനും അഴിമതി കേസിലെ പ്രധാന സാക്ഷിയായ ഹഡാസ് ക്ലീനിനെ ഭീഷണിപ്പെടുത്താനും ഒരാളെ ഏർപ്പാടാക്കുന്നതിൻ്റെ വാട്സപ്പ് സന്ദേശം പുറത്തു വന്നിരുന്നു. എന്നാൽ നീതിന്യായ മന്ത്രാലയം ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. അഴിമതി കേസിലെ ലീഡ് പ്രോസിക്യൂട്ടർ ലിയത് ബെൻ ആരിയുടെയും കുറ്റപത്രം നൽകിയ അറ്റോർണി ജനറലിൻ്റെയും വീടുകൾക്ക് പുറത്ത് പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളും സംഘടിപ്പിക്കാനും സാറ നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നെതന്യാഹു പുറത്തുവിട്ട ഒരു വീഡിയോയിൽ തൻ്റെ ഭാര്യ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാണെന്നും വെറും കള്ളമാണ് ഇതെല്ലാം എന്നുമാണ് പറഞ്ഞത്. പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും പുതിയൊരു ഇരയെ കിട്ടിയിരിക്കുന്നു. അവർ എൻ്റെ ഭാര്യയ്ക്ക് നേരെ ക്രൂരമായ ആക്രമണം നടത്തുകയാണ്. എല്ലാം തെറ്റായ ആരോപണങ്ങളാണ്. ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചെടുത്ത വ്യാജ അജണ്ടകളാണിതെല്ലാം, നെതന്യാഹു പറയുന്നു. വഞ്ചന, വിശ്വാസവഞ്ചന, കൈക്കൂലി വാങ്ങൽ എന്നീ കുറ്റങ്ങളാണ് നെതന്യാഹുവിനെതിരെ ചുമത്തിയിരിക്കുന്നത്. മാധ്യമ മുതലാളിമാരിൽ നിന്നും രാജ്യത്തെ സമ്പന്നരിൽ നിന്നും അനധികൃതമായി ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയെന്നതാണ് നെതന്യാഹുവിനെതിരെ ഉയർന്ന ആരോപണം. കഴിഞ്ഞ വർഷം രോഗം ബാധിച്ച് മരിച്ച മുൻ സഹായി ഹാനി ബ്ലെവൈസും സാറ നെതന്യാഹുവും തമ്മിൽ കത്തിടപാടുകൾ നടത്തിയെന്നും സാറയ്ക്കെതിരായ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സർക്കാർ വിരുദ്ധ പ്രതിഷേധക്കാരെ നേരിടാൻ സാറ പോലീസിനെ സ്വാധീനിച്ചു. നെതന്യാഹുവിൻ്റെ വിമർശകർക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ബ്ലെവൈസിനെ ചുമതലപ്പെടുത്തി എന്നിങ്ങനെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് ഈ സന്ദേശങ്ങളിലുള്ളത്. മുഖ്യസാക്ഷിയായ ഹഡാസ് ക്ലീനിനെതിരായ നീക്കങ്ങൾ നടത്താൻ നെതന്യാഹുവിൻ്റെ ലിക്വിഡ് പാർട്ടി പ്രവർത്തകരെ ചുമതലപ്പെടുത്തണമെന്നും അവർ ബ്ലെവൈസിനോട് പറയുന്നുണ്ട്. ഹോളിവുഡ് നിർമ്മാതാവും ബിസിനസ്സുകാരനുമായ അർണോൺ മിച്ചലിൻ്റെ സഹായിയാണ് ക്ലെയിൻ. നെതന്യാഹുവിന് $10,000 വിലമതിക്കുന്ന ഷാമ്പെയിൻ, മറ്റ് സമ്മാനങ്ങൾ എന്നിവ എത്തിച്ചെന്നും ക്ലെയിൻ അഴിമതി കേസിൽ നെതന്യാഹുവിനെതിരെ മൊഴി നൽകിയിട്ടുണ്ട്. അതിനിടെ ഗസയിലെ യുദ്ധക്കുറ്റങ്ങളിൽ നെതന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കൊലപാതകം, പീഡനം, മനുഷ്യത്വരഹിതമായ പ്രവൃത്തികൾ എന്നിവയുൾപ്പെടെ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ ആരോപിച്ചാണ് വാറന്റ്. യുദ്ധത്തിൻ്റെ ഭാഗമായി പട്ടിണിയിലേക്ക് നയിച്ചതുൾപ്പെടെയുള്ള യുദ്ധക്കുറ്റങ്ങളും നെതന്യാഹുവിനും ഗാലന്റിനുമെതിരെ ആരോപിച്ചിട്ടുണ്ട്. ഗസയിലെ തദ്ദേശീയർക്ക് ഭക്ഷണം, വെള്ളം, വൈദ്യസഹായം തുടങ്ങിയ അവശ്യ സാധനങ്ങൾ അവർ നിയന്ത്രിച്ചു. ഇത് കടുത്ത മാനുഷിക പ്രതിസന്ധിയിലേക്കും കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ മരണത്തിലേക്കും നയിച്ചുവെന്നും കോടതി പറഞ്ഞു. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഇസ്രായേൽ ഗസയിൽ ആക്രമണം നടത്തിയത്. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ആയിരക്കണക്കിന് സാധാരണക്കാരുടെ മരണത്തിലേക്ക് നയിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്തു. ഹമാസിനെ തുടച്ചു നീക്കുമെന്ന് ഇസ്രായേൽ പ്രതിജ്ഞ ചെയ്തതോടെ ഗസയിലെ ആശുപത്രികളും സ്കൂളുകളും ഉൾപ്പെടെയുള്ള പ്രധാന അടിസ്ഥാന സൗകര്യങ്ങളും തകർത്തിട്ടുണ്ട്.